ആനെഴുന്നള്ളിപ്പിൽ മാർഗനിർദ്ദേശങ്ങളിൽ മാറ്റം വരുത്തില്ലെന്ന് ഹൈക്കോടതി. ദേവസ്വങ്ങൾ പിടിവാശി ഉപേക്ഷിക്കണമെന്ന് കോടതി. ഇവരുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, കോടതി എന്ത് നിലപാടാണ് വിശദീകരിച്ചത്? സുരേഷ്, ആന എഴുന്നള്ളത്തിൽ നിലവിൽ പുറത്തിറക്കിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളിൽ യാതൊരു തരത്തിലും മാറ്റം വരുത്തില്ല എന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. 3 മീറ്റർ അകലം ആനകൾ തമ്മിൽ ഉണ്ടാകണമെന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ഒരു മാർഗനിർദ്ദേശം. ഇത് മാറ്റണമെന്നാണ് വിവിധ ക്ഷേത്ര ദേവസ്വങ്ങൾ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത്. പക്ഷേ ഇത് അംഗീകരിക്കാനാകില്ല. പ്രത്യേകിച്ച് ജനങ്ങളുടെ സുരക്ഷ, ആനകളുടെ പരിപാലനം, ഇതുമായി ബന്ധപ്പെട്ട് ഇത് മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു ദൂരപരിധി നിശ്ചയിച്ചിട്ടുള്ളത് എന്നതാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത്. മാത്രമല്ല, നേരത്തെ സുപ്രീം കോടതിയുടെ ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവുണ്ട്. ഈ ദൂരപരിധി സംബന്ധിച്ച് അതും നടപ്പിലാക്കേണ്ടതുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മാർഗനിർദ്ദേശങ്ങൾ ദൂരപരിധി സംബന്ധിച്ച് ഇറക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലും ഇക്കാര്യത്തിൽ മാറ്റം വരുത്തില്ല എന്നും കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു സുപ്രധാനമായിട്ടുള്ള പരാമർശം കൂടി ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഉത്സവത്തിനുള്ള ആന എഴുന്നള്ളത്ത് അത് അനിവാര്യമായ മതാചാരം എന്ന് പറയാനാകില്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ പല മാറ്റങ്ങളും വന്നിട്ടുണ്ട്. ആന എഴുന്നള്ളത്തിലടക്കം മാറ്റം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ദേവസ്വങ്ങൾ പിടിവാശി ഉപേക്ഷിച്ച് ഈ മാർഗനിർദ്ദേശങ്ങൾ അനുസരിക്കാൻ തയ്യാറാകണമെന്നും ഹൈക്കോടതി പറഞ്ഞു. നിശ്ചിത അകലപരിധി പാലിച്ചാൽ എത്ര ആനകളെ പങ്കെടുപ്പിക്കാനാകുമെന്നുള്ള ഒരു ചോദ്യവും ഹൈക്കോടതി വിവിധ ദേവസ്വങ്ങളോട് ഉന്നയിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കൊറോണ കാലത്ത് ആന എഴുന്നള്ളത്തിൽ ആനകളുടെ എണ്ണം കുറച്ചത് എന്നുള്ള ഒരു ചോദ്യവും ദേവസ്വങ്ങളോട് ഹൈക്കോടതി ഇന്ന് ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഈ മാർഗനിർദ്ദേശങ്ങളിൽ യാതൊരു മാറ്റവും വരുത്തില്ലെന്നാണ് കോടതി പറഞ്ഞത്. അതായത് 2 ആനകൾ തമ്മിൽ 3 മീറ്റർ അകലം പാലിക്കണമെന്നുള്ള വ്യവസ്ഥ അത് മാറ്റണമെന്നുള്ള ഒരു ആവശ്യമാണ് ദേവസ്വങ്ങൾ ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചത്. അത് പക്ഷേ അംഗീകരിക്കാനാകില്ല. സുപ്രീം കോടതിയുടെ ഉത്തരവ് ഇക്കാര്യത്തിലുണ്ടെന്നും ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തു. കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു ആണ് വിവരങ്ങൾ നൽകിയത്.